മലയാള സിനിമയിലെ എഴുത്തുകാരും സംവിധായകരും നിർമ്മാതാക്കളും ചേർന്ന് പ്രേക്ഷകരെ വളരെ സിമ്പിളായി പറ്റിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങളുണ്ട്. ഒന്ന്, സിനിമകളിൽ കുത്തിനിറയ്ക്കുന്ന അനാവശ്യ ക്യാമിയോ റോളുകൾ. രണ്ടാമത്തേത്, യാതൊരു ആത്മാർത്ഥതയുമില്ലാത്ത സെക്കൻഡ് പാർട്ട് പ്രഖ്യാപനങ്ങൾ. പഴയ ഉദയനാണ് താരം എന്ന സിനിമയിൽ മോഹൻലാൽ അവതരിപ്പിച്ച സംവിധായകനും എഴുത്തുകാരനുമായ കഥാപാത്രം നേരിടുന്ന പ്രധാന പ്രതിസന്ധി തന്റെ സിനിമയ്ക്ക് ഒരു നല്ല ക്ലൈമാക്സ് കിട്ടുന്നില്ല എന്നതായിരുന്നു. എന്നാൽ ഇന്നത്തെ മലയാള സിനിമയിലെ ഒരു എഴുത്തുകാരന് ക്ലൈമാക്സ് കിട്ടാത്തത് ഒട്ടും തലവേദനയുള്ള കാര്യമല്ല. കാരണം കഥയ്ക്ക് ഒരു നല്ല കൃത്യമായ അവസാനം ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിൽ സിനിമ പകുതിയിൽ നിർത്തിയിട്ട് ഞങ്ങൾ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഇതിന്റെ രണ്ടാം ഭാഗത്തിൽ കാണാം എന്നൊരു അനൗൺസ്മെന്റ് ബോർഡ് അങ്ങ് വെച്ചാൽ മതി. എന്നാൽ അങ്ങനെ പ്രഖ്യാപിക്കുന്ന രണ്ടാം ഭാഗങ്ങളിൽ ഭൂരിഭാഗവും പിന്നീട് ഒരിക്കലും വെളിച്ചം കാണാറില്ല എന്നതാണ് യാഥാർത്ഥ്യം. മധുര രാജയ്ക്ക് ശേഷം പ്രഖ്യാപിച്ച മിനിസ്റ്റർ രാജ, രോമാഞ്ചം 2 റിലീസ് ചെയ്ത ദിവസം വൈകിട്ട് തന്നെ രണ്ടാം ഭാഗം പ്രഖ്യാപിച്ച ഖലീഫ, കാപ്പ 2, ജനഗണമന 2, പള്ളിച്ചട്ടമ്പി 2 എന്നിങ്ങനെ എത്രയെത്ര സിനിമകളാണ് ഇത്തരത്തിൽ രണ്ടാം ഭാഗം പ്രഖ്യാപിച്ച് എങ്ങും എത്താതെ നിൽക്കുന്നത്. തിയേറ്ററിലേക്ക് ടിക്കറ്റ് എടുത്തു വരുന്ന പ്രേക്ഷകന് യാതൊരു വിലയും നൽകുന്നില്ല എന്നതിന്റെ തെളിവാണിത്. പ്രേക്ഷകർ വരുന്നത് പണം കൊടുത്തൊരു പൂർണ്ണ സിനിമ കാണാനാണ്, അല്ലാതെ സ്വന്തം എഴുത്തിലെ പരാജയം മറച്ചുവെക്കാൻ പ്രേക്ഷകരുടെ തലയിലേക്ക് എറിഞ്ഞു തരുന്ന അപൂർണമായ ഒരു പ്രോഡക്റ്റ് കാണാനല്ല. ലോക സിനിമയിലാകെ തുടർച്ചയുള്ള ഭാഗങ്ങൾ മനോഹരമായി വിജയിപ്പിച്ച ചരിത്രമുണ്ട്. ഉദാഹരണത്തിന് അവഞ്ചേഴ്സ് ഇൻഫിനിറ്റി വാർ എന്ന സിനിമ നോക്കുക. അതിന്റെ തുടർച്ചയായ എൻ ഗെയിം വരാനുണ്ടായിരുന്നുവെങ്കിലും ഇൻഫിനിറ്റി വാർ എന്ന ഒറ്റ സിനിമ എടുത്തു നോക്കിയാൽ അതൊരു സമ്പൂർണ്ണ ചലച്ചിത്രാനുഭവമായിരുന്നു. ആ സിനിമ ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ അതിന്റെ തുടർച്ചയ്ക്കുള്ള പണികളും അവർ സമാന്തരമായി ചെയ്തിരുന്നു. ബാഹുബലിയും 2 ഭാഗങ്ങളും ഒരുമിച്ചാണ് ഷൂട്ട് ചെയ്തത്. മലയാളത്തിൽ തന്നെ ദേവാസുരം കഴിഞ്ഞു വന്ന രാവണപ്രഭുവോ പ്രേക്ഷകരുടെ വലിയ സ്വീകാര്യത കണ്ട് പിന്നീട് ആലോചിച്ച് ചെയ്ത ആട് 2 ഒക്കെ കൃത്യമായ രണ്ടാം ഭാഗങ്ങളാണ്. ലൂസിഫർ എടുത്തു നോക്കിയാലും രണ്ടാം ഭാഗം പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും ലൂസിഫർ എന്ന സിനിമ ഒരു പൂർണ്ണമായ അനുഭവമായിരുന്നു. എന്നാൽ ഒരു സിനിമ എടുക്കുമ്പോൾ തന്നെ ഞങ്ങൾ രണ്ടാം ഭാഗവും ചെയ്യുന്നുണ്ട്, ആ രണ്ടാം ഭാഗത്തിൽ എല്ലാം മനസ്സിലാകും എന്ന് പറയുന്നത് കഴിവുകേട് മറയ്ക്കാനുള്ള ഒരു തട്ടിപ്പാണ്. മാത്രമല്ല അങ്ങനെ ഒരു തുടർച്ച മനസ്സിലുണ്ടെങ്കിൽ പ്രേക്ഷകരുടെ ആകാംക്ഷ നശിച്ചു പോകുന്നതിന് മുമ്പ് അത് ചെയ്ത് തിയേറ്ററിൽ എത്തിക്കാനുള്ള ഉത്തരവാദിത്വം കൂടി അണിയറ പ്രവർത്തകർക്കുണ്ട്. രണ്ടാമത്തെ ഏറ്റവും വലിയ കബളിപ്പിക്കൽ ക്യാമിയോ റോളുകളാണ്. ഈ അടുത്തിറങ്ങിയ ഖലീഫ എന്ന സിനിമ തന്നെ ഇതിന് വലിയൊരു ഉദാഹരണമാണ്. സിനിമ തുടങ്ങുമ്പോൾ മുതൽ കുറച്ച് കഥാപാത്രങ്ങൾ വട്ടത്തിൽ നിന്ന് ഒരു പ്രത്യേക ക്യാമിയോ കഥാപാത്രത്തിന്റെ പേര് കൊച്ചുകുട്ടികളെ പോലെ ആവർത്തിച്ച് വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. തിയേറ്ററിൽ ഇരിക്കുന്ന ഫാൻസ് അത് കേട്ട് ആർപ്പ് വിളിച്ചോണം എന്ന മട്ടിലാണ് കാര്യങ്ങൾ. പുലി വരുന്നേ എന്ന് പറഞ്ഞ് പ്രേക്ഷകരെ കാത്തിരുത്തി മുഷിപ്പിക്കുന്ന വെറുമൊരു ഹൈപ്പ് മാത്രമായി ക്യാമിയോകൾ മാറുകയാണ്. കഴിഞ്ഞ കുറച്ചു കാലമായി നിരന്തരം ക്യാമിയോ റോൾസ് ചെയ്യുന്ന ഒരു പ്രമുഖ നടന്റെ മാനേജർ തന്നെ സോഷ്യൽ മീഡിയയിൽ തുറന്നു പറഞ്ഞത് നമ്മൾ കണ്ടതാണ്. ഒരു സിനിമയുടെ ബഡ്ജറ്റ് കൂടി പരാജയപ്പെടുമെന്ന് ഉറപ്പാകുമ്പോഴോ കണ്ടന്റിൽ ഒട്ടും വിശ്വാസമില്ലാതെ വരുമ്പോഴോ ആണ് നിർമ്മാതാക്കൾ വ്യക്തിബന്ധങ്ങൾ ദുരുപയോഗം ചെയ്ത് സൂപ്പർ താരങ്ങളെ ക്യാമിയോ റോളുകളിലേക്ക് നിർബന്ധിച്ച് വലിച്ചിഴക്കുന്നത് എന്ന്. സ്വന്തം സിനിമയിൽ വിശ്വാസമില്ലാത്തത് കൊണ്ട് ക്യാമിയോകളെ കാട്ടി പ്രേക്ഷകരെ പറ്റിക്കുന്നത് ഒരിക്കലും അംഗീകരിക്കാനാകില്ല. സൗത്ത് ഇന്ത്യൻ സിനിമയിലേക്ക് ഈ ക്യാമിയോ പരിപാടി വിക്രം എന്ന സിനിമയിലൂടെ കൊണ്ടുവന്ന ലോകേഷ് കനകരാജിനെ തന്നെ കാട്ടാളൻ എന്ന സിനിമയിൽ കൊണ്ടുവന്ന് ക്യാമിയോ കളിപ്പിക്കുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. നല്ല സിനിമകൾ നിർമ്മിച്ച് വിസ്മയിപ്പിക്കാൻ അറിയാവുന്ന മലയാള സിനിമ തന്നെ ഇത്തരം തരംതാണ വിദ്യകളിലൂടെ പ്രേക്ഷകരെ പച്ചയ്ക്ക് പറ്റിക്കാൻ ശ്രമിക്കുന്നത് തീർത്തും ലജ്ജാകരമാണ്. എന്താണ് ഇങ്ങനെയുള്ള ക്യാമിയോ റോളുകളെ കുറിച്ചും പ്ലാൻ ചെയ്യാത്ത സെക്കൻഡ് പാർട്ട് അനൗൺസ്മെന്റുകളെ കുറിച്ചുമുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ എഴുതുമല്ലോ. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.